നമ്മൾ വാച്ചിൻ്റെ സൂചി നോക്കുക, വാച്ച് നോക്കുക, ഒരു ക്ലോക്ക് നോക്കുക. അപ്പോൾ അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് 24 മണിക്കൂർ. മനസ്സിലായോ? 12 മണിക്കൂർ ഡാർക്ക് എനർജിയും 12 മണിക്കൂർ വൈറ്റ് എനർജിയും. രാവിലെ എളുപ്പത്തിന് ഞാൻ പറയാം, രാവിലെ 6:30 മുതൽ സൂര്യൻ ഉദിക്കുന്ന വെച്ചു, 6:30ക്കല്ല സൂര്യൻ ഉദിക്കുന്ന, പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാം. 6:30 മുതൽ രാവിലെ 4 മണിക്കൂർ സസ്യലോകത്തിൻ്റെ വൃക്ഷലോകത്തിൻ്റെ സ്വാധീനത്തിലാണ് പ്രപഞ്ചം സഞ്ചരിക്കുന്നത്. ആ 4 മണിക്കൂർ ഉദയത്തിന് ശേഷമുള്ള 4 മണിക്കൂർ, അത് ഏകദേശം 10:30 വരെയുള്ള സമയം. അത് കഴിഞ്ഞാൽ അഗ്നി, വൈറ്റ് എനർജിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള അവസ്ഥയാണ്, താപാവസ്ഥയാണ് കൂടുതൽ. അഗ്നിയുടെ ആ അവസ്ഥയിലാണ് 2:30 വരെയുള്ള സമയം, 10:30 മുതൽ 2:30 വരെ അഗ്നിക്കാണ് പ്രാധാന്യം. ഇപ്പോൾ രാവിലെ വൃക്ഷലോകത്തിനാണ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അഗ്നിക്കാണ് പ്രാധാന്യം. അസ്തമയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ ഏകദേശം ഇപ്പോഴത്തെ സമയം മണ്ണിനാണ് പ്രാധാന്യം. പിടികിട്ടിയോ? ഇത് 3ഉം പുരുഷഭാവമാണ്. കാരണം പകലാണ് ഇതിനെ നയിക്കുന്നത്, അഗ്നിയാണ് ഇതിനെ നയിക്കുന്നത്. മഹാവൃക്ഷ പ്രകൃതി പുരുഷനാണ്, അഗ്നി പുരുഷനാണ്, മണ്ണ് പുരുഷനാണ്. ഒന്ന് വിഷ്ണുവാണ്, ഒന്ന് ബ്രഹ്മാവാണ്, ഒന്ന് ശിവനാണ്. അപ്പോൾ സ്ത്രീ എവിടെ? സ്ത്രീയില്ല. അസ്തമയത്തിന് ശേഷം 4 മണിക്കൂർ സ്ത്രീ വരും. അപ്പോൾ നിശ, നിശീതിനി, രജനി എന്നൊക്കെയാണ് അതിൻ്റെ പേര്, രാത്രിയുടെ പേര്. മനസ്സിലായോ? സ്ത്രീഭാവത്തിലാണ്. അസ്തമയത്തിന് ശേഷം 4 മണിക്കൂർ ജലത്തിനാണ് സ്വാധീനം. മണ്ണ് നമ്മളറിയാതെ ഈ ശിവൻ്റെ മാറിലേക്ക് പാർവതി ഒന്നെത്തും. ഈ മണ്ണ് നനയും. കണ്ടല്ലേ നേരം വെളുക്കുമ്പോൾ മണ്ണ് നനഞ്ഞു കിടക്കുന്നത്, മുറ്റം നനഞ്ഞു കിടക്കണായിട്ടില്ലേ? അപ്പോൾ ഈ അസ്തമയത്തിന് ശേഷമുള്ള 4 മണിക്കൂർ ജലത്തിന് പ്രാധാന്യം. അർദ്ധരാത്രിയിലോ ഡാർക്ക് എനർജിയുടെ ഏറ്റവും വലിയ സമയമാണ് 10:30 മുതൽ 2:30 വരെ. അത് കഴിഞ്ഞാൽ 4 മണിക്കൂർ, ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ, അത് ജന്തുലോകത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഇവിടെ പാർവതി, അസ്തമയം മുതൽ പാർവതി 4 മണിക്കൂർ, അത് കഴിഞ്ഞാൽ ആകാശം സരസ്വതി 4 മണിക്കൂർ, അത് കഴിഞ്ഞാൽ ലക്ഷ്മി ജന്തുലോകം 4 മണിക്കൂർ. രാത്രി വരുന്നതെന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് എനർജിയുടെ സ്വാധീനത്തിൽ 12 മണിക്കൂർ. അതിനകത്ത് ആദ്യം ജലത്തിന് സ്വാധീനമുള്ള 4 മണിക്കൂർ, അത് കഴിഞ്ഞ് ആകാശത്തിന് സ്വാധീനമുള്ള 4 മണിക്കൂർ, അതിനുശേഷം ജന്തുലോകത്തിന് മാതൃലോകത്തിന് സ്വാധീനമുള്ള 4 മണിക്കൂർ. പിടികിട്ടിയോ? അപ്പോഴാണ് ഈ മാതൃലോകം എന്ന് പറയുമ്പോൾ ലക്ഷ്മി ലോകം എന്ന് പറയുന്ന കുറ്റിച്ചെടികൾ വരെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ രാത്രിയിൽ മുല്ല വിരിയുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? തേൻ ചുരത്തും വൃക്ഷങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാതൃലോകത്തിൻ്റെ സമയമാണ് ആ സമയം. അതായത് ഇതിൻ്റെ എനർജിയുടെ നാമം പറഞ്ഞാൽ രാവിലെ അഗ്നിയുടെ സാമീപ്യമുള്ള ആ പകലിൽ പുരുഷഭാവമാണ്. അപ്പോൾ ഗുണം, സസ്യലോകത്തിൻ്റെ ഗുണമായിരിക്കുന്ന സാത്വികം എന്ന് പറയുന്ന ഗുണം, രാജസം എന്ന് പറയുന്ന ഗുണം, താമസം എന്ന് പറയുന്ന ഗുണം. ഇപ്പോൾ വിഷ്ണുവിനാൽ സാത്വികം, അഗ്നിയാൽ രാജസം, ശിവനാൽ താമസം എന്ന് പറയുന്ന ഗുണം. ആ താമസമായിരിക്കുന്ന മണ്ണിൽ താമസിയായിരിക്കുന്നത് പാർവതിയാണ്. അസ്തമയത്തിന് ശേഷം വരുന്നത് താമസി എന്ന് പറഞ്ഞ ജലത്തിൻ്റെ ഗുണമാണ്. അതിനുശേഷം വരുന്ന രാജസി എന്ന് പറയുന്ന ഗുണമാണ്. രാജസത്താലാണ് രാജസി ആകുന്നത്. രാക്ഷസി ഭാവമാണ് ഡാർക്ക് എനർജി, രാജസി എന്ന് പറയുന്ന അവസ്ഥ. നക്ഷത്രങ്ങളുണ്ട്, ചന്ദ്രനുണ്ട്, എല്ലാ വൈഭവത്താലും അത് രാജസി ഭാവത്തിലേക്ക് എത്തും. ഡാർക്ക് എനർജി മധ്യാഹ്നത്തിൽ, രാത്രിയിലെ അർദ്ധരാത്രി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ജന്തുലോകമാണ്. സാത്വികി എന്ന് പറയുന്ന സമയമാണത്. സത്വഗുണത്തെ അനുഭവിക്കുന്നവൾ എന്നാണ് അർത്ഥം സാത്വികി. അപ്പോൾ 6 എനർജി ആയില്ലേ? ഇതിനകത്ത് 3 ഭാവങ്ങൾ സ്ത്രീഭാവങ്ങളാണ്, ഡാർക്ക് എനർജിയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതായത് ജലം, ആകാശം, ജന്തുലോകം, അതായത് മാതൃലോകം, ലക്ഷ്മി ലോകം, ഇതെല്ലാം ആകാശത്തിൻ്റെ ഡാർക്ക് എനർജിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് പുരുഷലോകം എന്ന് പറയുന്നത് പകലാണ് 3ആയിട്ട് തിരിയുന്നത്. സസ്യലോകം, വൃക്ഷലോകം, അഗ്നി, മണ്ണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായത് സന്തോഷ് ജി പറയുന്ന പ്രണവവേദം എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നതാണല്ലോ ഈ സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കി ലൈഫ് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? തീർച്ചയായിട്ടും ഇത് എന്താണെന്നൊക്കെ അറിയണം. ഇപ്പോൾ ഈ വസന്തം അനുഭവപ്പെടുന്നതിന് കാരണം എന്താണെന്നറിയോ? എല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. വസന്തം അനുഭവപ്പെടാൻ കാരണം ഈ ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂറുണ്ടല്ലോ, ലക്ഷ്മി ലോകത്തിൻ്റെ, മാതൃലോകത്തിൻ്റെ, ശ്രീജന ലോകത്തിൻ്റെ 4 മണിക്കൂറില്ലേ, അതിൻ്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂർ, 4 പാദത്തിലെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും സസ്യലോകത്തിൻ്റെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും ചേരുന്ന ആ 4 മണിക്കൂറുണ്ടല്ലോ, ഉദയത്തിന് മുമ്പുള്ള 2 മണിക്കൂറും ഉദയത്തിന് ശേഷമുള്ള 2 മണിക്കൂറും ചേരുമ്പോഴാണ് വസന്തം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിടികിട്ടിയോ?
ഇതുപോലെ തന്നെ സസ്യലോകത്തിൻ്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും അഗ്നിയുടെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും ചേരുമ്പോഴാണ് ഗ്രീഷ്മം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. ഈ അഗ്നിയുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള 2 മണിക്കൂർ, അതായത് അഗ്നിയുടെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും മണ്ണിൻ്റെ ശിവൻ്റെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും, വേദത്തിലേക്ക് വരുമ്പോൾ ബ്രഹ്മാവിൻ്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും ശിവൻ്റെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വർഷം ഉണ്ടാകുന്നത്. പിടികിട്ടിയ ശിവൻ്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂർ, അതായത് സയൻസിലേക്ക് വരുമ്പോൾ മണ്ണിൻ്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും ജലത്തിൻ്റെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും ചേരുമ്പോഴാണ് ശരത്കാലം, മരണകാരണമായിരിക്കുന്ന കാലം, അസ്തമയം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. പിടികിട്ടിയ മണ്ണിൻ്റെ, അതായത് മണ്ണിൻ്റെ സമയം കഴിഞ്ഞാൽ രാത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജലത്തിനായി. ജലത്തിൻ്റെ 2ാമത്തെ പാദം, അതായത് അസ്തമയം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയം, അവസാനത്തെ 2ാമത്തെ പാദം പാർവതിയുടെ, സരസ്വതിയുടെ ആദ്യത്തെ പാദവും ചേരുമ്പോഴാണ് ഹേമന്തം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അതെ, ഞാൻ ചോദിച്ചത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ രാവിലെ എണീക്കുന്നു, അത് ഇതും കൂടി പറഞ്ഞിട്ട് നിർത്തിയിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആകാശത്തിൻ്റെ അവസാനത്തെ പാദവും ജന്തുലോകത്തിൻ്റെ ആദ്യത്തെ പാദവും ചേരുമ്പോഴാണ് ശിശിരം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇതാണ് 6 ഋതുക്കൾ ഉണ്ടാകുന്നത്. ഈ 6 ഋതുക്കളാണ് ഷഡ്ഭാവങ്ങൾക്ക് കാരണമാകുന്നത്. ഈ പ്രതിഭാസം വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രതിഭാസങ്ങളാണ്. ഇതിനകത്ത് ഹേമന്തം, ശിശിരം എന്നൊക്കെ പറയുന്നത് ഈ ഡാർക്ക് എനർജിയുടെ ഇതില്ല. ശരത്ത്, ഹേമന്തം, ശിശിരം എന്ന് പറഞ്ഞാൽ ഡാർക്ക് എനർജിയുടെ പ്രതിഭാസങ്ങളാണെങ്കിൽ മറ്റത് വസന്തം, ഗ്രീഷ്മം, വർഷം എന്ന് പറയുന്ന പ്രതിഭാസം വൈറ്റ് എനർജിയുടെ പ്രതിഭാസമാണ്. അഗ്നിയാണ് വർഷത്തിന് കാരണമാകുന്നത്. ഈ പ്രതിഭാസങ്ങൾ, ഈ എനർജി വെച്ച് ചിന്തിക്കുമ്പോൾ 3 വൈറ്റ് എനർജിയും 3 ഡാർക്ക് എനർജിയും പ്രതിഭാസമാണ്. വസന്തം, ഗ്രീഷ്മം, വർഷം എന്ന് പറയുന്നത് വൈറ്റ് എനർജി ആണെങ്കിൽ ശരത്ത്, ഹേമന്തം, ശിശിരം എന്ന് പറയുന്നത് ഡാർക്ക് എനർജിയുടെ പ്രതിഭാസമാണ്. പിടികിട്ടിയ സിമ്പിളാണ് ഇതെല്ലാം. നിങ്ങളിത് ആദ്യമായിട്ട് കേട്ട് പേടിക്കരുത്. വളരെ അസൂക്ഷ്മം ഇത് കേൾക്കുക, 2-3 ആവർത്തി കേൾക്കുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും.